ഇന്നലെ വളരെ ദീർഘമായിട്ട് യാത്രയുണ്ടായിട്ട് വന്നു. സുഖമില്ലാതായി. അതുകൊണ്ട് ശബ്ദം ശരിയല്ലെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കുക. അപ്പോൾ ഇന്നലെ അത് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് വളരെ നേരത്തെ തന്നെ അയച്ചു കിട്ടി. വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കണക്കുണ്ട്. ഇലക്ഷന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചെലവ്, അതിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. ആ കണക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കണക്ക് ശരിയായിട്ടേ തോന്നുന്നുള്ളൂ. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള കണക്കിന് വിലയിരുത്തി അവർക്ക് അറിയാവുന്നതേ ഉള്ളൂ, എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടതിൽ. ഇന്നലെ പോലും ഞാൻ നോക്കുമ്പോൾ, ഞാൻ തിരൂർ മുതൽ എടപ്പാളിനപ്പുറത്ത് അവിടുന്ന് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടും പോകുമ്പോഴും കാണുന്നത് മുഴുവനുണ്ടല്ലോ, ഒരു 100 മീറ്റർ അകലെ നിന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. 100 വേണ്ട, ഒരു 50 മീറ്ററൊക്കെ അകലത്തിലെല്ലാം 1-2 ബോർഡുകളാണ്. ആ ബോർഡുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോർഡിങ്സിൻ്റെ വലിപ്പം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു 100 അടി വീതിയിൽ, അതേപോലെ തന്നെ ഒരു 50 അടിയോളം വീതിയിലും ഉള്ള അത് ഉണ്ട്. വലിയ ഉയരത്തിലാണ് ഈ ബോർഡുകളൊക്കെ വെച്ചേക്കുന്നത്. മറ്റു വലിയ പരസ്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റൈൽസും അവരൊക്കെ ചെയ്തല്ലോ, അതെല്ലാം ഇനി വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്ത് ഇത് മുഴുവൻ റെഡിയാക്കി ഒട്ടിച്ച് ശരിയാക്കി വെച്ചേക്കുകയാണ്. ഒരേ സൈസ് പടങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പടം. അതുകൊണ്ട് അത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെലവ് ഇട്ടേക്കുന്നത്, പരസ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള ചെലവ് ഈ കണക്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യം, ഡോക്കറ്റ് പരസ്യം, അതിന് 12 കോടി രൂപ. 57 പത്രങ്ങൾക്ക് കോളം പരസ്യം, അതിന് 1.5 കോടി രൂപ. ഔട്ട്ഡോർ പബ്ലിസിറ്റി 14.5 കോടി രൂപ. ഡോക്യുമെൻ്ററി നിർമ്മാണം 5 കോടി രൂപ. പരസ്യത്തിന് വേണ്ടിയുള്ള സർക്കാർ സെർവറുകളുടെ അറ്റകുറ്റപ്പണി, അതിന് 2.5 കോടി രൂപ. ഇനി ശ്രീ പിണറായി വിജയൻ്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോൾഡിങ്സിന് 10 കോടി രൂപ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ അകലത്തിൽ അത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 100 മീറ്റർ ഒന്നും വേണ്ട, 50 മീറ്ററിലൊക്കെ വെച്ചിട്ടുണ്ട്. 1-2 വെച്ചിട്ടുണ്ട്. 2500 KSRTC ബസ്സുകളിൽ, അതുപോലെ 1000 ദീർഘദൂര ബസ്സുകളിലും ഈ ശ്രീ പിണറായി വിജയൻ്റെ മുഖം പതിപ്പിച്ചതിന് 2.5 കോടി രൂപ. കേരളത്തിലെ 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചതിന് 30 ലക്ഷം രൂപ. അത് വെച്ചിട്ടാണ് ഞാനിപ്പം മാളിലൊന്നും ഞാൻ പോകാറില്ല, അതുകൊണ്ട് എന്നാലും ഉറപ്പാണ് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കാണാമല്ലോ, നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഏറനാട് പരശുറാം ട്രെയിനുകളിൽ പരസ്യം പതിപ്പിച്ചതിന് 10 ലക്ഷം രൂപ. മെട്രോ പില്ലറുകളിൽ 75 ബോക്സ് പരസ്യം 35 ലക്ഷം രൂപ. അതുണ്ട് ഇവിടെ, എനിക്ക് കാണാം. 5 ട്രെയിനുകളിലെ ബോഗിക്കകത്ത് റാപ്പിഡ് പരസ്യം 60 ലക്ഷം രൂപ. 16 റെയിൽവേ സ്റ്റേഷനുകളിൽ 102 LED ഡിസ്പ്ലേ 8 കോടി രൂപ. അത് റെയിൽവേ സ്റ്റേഷനിൽ ഇതുണ്ട്, അത് ശരിയാണ്. എന്തായാലും അതിന് പണം കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ 24 ബസ് സ്റ്റേഷനുകളിൽ ഉള്ള പരസ്യം, അത് 2 ലക്ഷം രൂപ. 23 റെയിൽവേ സ്റ്റേഷനുകളിൽ 53 പരസ്യങ്ങൾ, അതുപോലെ 53 ലക്ഷം രൂപ. പരസ്യ നിർമ്മാണത്തിന് 5.5 കോടി രൂപ. സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് ഒരു ജില്ലയ്ക്ക് 73 ലക്ഷം രൂപ വെച്ച് 14 ജില്ലയ്ക്ക് 10 കോടി 22 ലക്ഷം രൂപ. സോഷ്യൽ മീഡിയ പ്രചാരണത്തിനുള്ള മെറ്റീരിയൽ, അതിനുവേണ്ടി 2 കോടി രൂപ. യൂട്യൂബ് ചാനൽ പരസ്യങ്ങൾക്ക് 37 കോടി രൂപ ഉണ്ട്. യൂട്യൂബിലെല്ലാം ഉണ്ട്. കാരണം ഇത് തുറക്കാൻ ഒക്കത്തില്ല ഇപ്പോൾ, ഇത് കണ്ടേ ഒക്കുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷയില്ല. യൂട്യൂബ് മാത്രമല്ല, ബാക്കി OTT പ്ലാറ്റ്ഫോമിലുള്ള ചാനലുകളിലെല്ലാം ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമയ്ക്കും കാണിച്ചുകൊണ്ടിരിക്കുക.
ഇനി ആ റീൽസ് നിർമ്മാണം 3 കോടി രൂപ, ഡ്രോണുകൾക്ക് 2 കോടി രൂപ, മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പം അതിൻ്റെ പരസ്യം, അതിൻ്റെ ആ ഇൻ്റർവ്യൂ പരസ്യം 11.5 ലക്ഷം രൂപ. ഇനി അദ്ദേഹത്തിൻ്റെ ഈ എത്രയാണ് അതിൻ്റെ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാലിന് ഇതിൻ്റെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ചെയ്ത ഒരു വലിയ നടൻ. അത് എന്തിനായി കൊണ്ടുവന്ന് തല വെച്ച് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ ചെലവ്, ആ മോഹൻലാലിൻ്റെ ആ പ്രതിഫലം എന്ന് പറയുന്നതിൻ്റെ ഫയൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അശനിപാതം പോലെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അത് കാരണം പെരുമാറ്റച്ചട്ടം നിലവ് വന്നുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. അതിനി അടുത്ത സർക്കാർ കൊടുക്കണം. വരുന്നവർ ആരാന്ന് വെച്ചാൽ ഇവരാ വരുന്നെങ്കിൽ ഇവർ അല്ലെങ്കിൽ കൊടുക്കണം. ഇങ്ങനെ മൊത്തം എത്രയെന്നറിയോ? 227 കോടി രൂപയാണ് 3 മാസം കൊണ്ട് നമ്മുടെ പൊതുജനങ്ങളുടെ പാവങ്ങളുടെയൊക്കെ കണ്ണീരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പണം ഈ കൊണ്ടിങ്ങനെ ചിലവാക്കിയേക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാനും കള്ളത്തരം വിളിച്ചു പറയാനുമാണ് ഈ പരസ്യം മുഴുവൻ ഉപയോഗിച്ചേക്കുന്നത്. ഇത് എന്നിട്ട് ഇതിനകത്തെല്ലാം ഈ പരസ്യത്തിലെല്ലാം ഉള്ള വാചകം എന്നറിയോ? മറ്റാരുണ്ട് LDF അല്ലാതെ? ശരിയാണ്. ഇതൊക്കെ ഈ പണം ഇങ്ങനെ മുടക്കാൻ ചിലവാക്കാൻ മറ്റാരുണ്ട് ഇവരല്ലാതെ? വേറെ ആർക്കും ഒക്കത്തില്ല ഇങ്ങനെ ചിലവാക്കാൻ. അപ്പോൾ ഈ പണം എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾക്കെന്തോ നഷ്ടം ചിലപ്പോൾ നമുക്ക് തോന്നും. ഓരോ മനുഷ്യൻ്റെ നികുതി പണമാണ് ഈ എടുത്ത് ചിലവാക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്വത്തൊന്നും വിറ്റുകൊണ്ടൊന്നോ അവിടുന്ന് തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊന്നോ ചിലവാക്കിയതല്ല. ഇത് മുഴുവൻ ജനങ്ങളുടെ പണമാണ് ഈ നശിപ്പിക്കുന്നത് മുഴുവൻ. അതെന്തായാലും നശിപ്പിച്ചേക്കുന്നത് കാണാമല്ലോ. എന്നിട്ട് പരസ്യം LDF അല്ലാതെ മറ്റാരുണ്ട്? ഇപ്പം TV അങ്ങോട്ട് തുറക്കാൻ വെക്കും. അയ്യോ അല്ല, എനിക്ക് മറ്റേത് കിട്ടുമല്ലോ, നമുക്ക് ഇത്രയും രൂപ ഇത് കിട്ടില്ലേ, ക്ഷേമ പെൻഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് പറയാൻ കിട്ടിക്കൊണ്ടിരിക്കുക, ഇതങ്ങ് കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. LDF നമ്മുടെ സ്വന്തം ആയിക്കോ, ഒരു കുഴപ്പമില്ല. ഒരു മര്യാദ വേണ്ടേ പണം വാരി ചിലവാക്കാൻ, ജനങ്ങളുടെ പണം. ഇനി ഇത് CPMൻ്റെ ഏതാണ്ട് ആസ്തി എന്ന് പറയുന്നത് 1000 കോടി രൂപയ്ക്ക് മേളിലുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും എടുത്തല്ല ഇത് ചിലവാക്കിയേക്കുന്നത്. പിന്നെ ഇത് വേറെ എവിടെ നിന്നാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇത് യഥാർത്ഥത്തിലുണ്ടല്ലോ, ഞാൻ ജനങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇത് കേൾക്കുന്നവരടുത്ത്. ഇത് വിരോധം വെച്ചൊന്നും പറയുന്ന ഒരു കാര്യമല്ല. എനിക്കിത് വിരോധമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പരസ്യമൊക്കെ എടുക്കുക ഒരു മര്യാദയ്ക്ക്. ഏത് കാര്യത്തിനും ഒരു മാന്യതയും മര്യാദയും പുലർത്തണം. അതില്ലാത്ത ഒരു കാര്യമാണ് ഈ കാണുന്നത്. റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ വയ്യ, ഒരു മാർഗവുമില്ല, ഇതും കണ്ടുകൊണ്ട് വേണം ഇരിക്കാൻ. ഈ മുഖം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ആരാ എത്ര പേര് നേരം നോക്കിയിരിക്കും? അതിനി പൊക്കോട്ടെ. ഇത് ഇനി വേറെ ആരുടെയും ഇല്ല, പടമില്ല. അപ്പോൾ ഇതൊരു ഒറ്റയാൾ പോരാട്ടം പോലാണ്. അദ്ദേഹം തൻ്റെ വകയായിട്ട് എടുത്തേക്കാണ്. LDF എന്ന് പറയുന്നത് ഇത് ശ്രീ പിണറായി വിജയനാണ് LDF, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ ഇതാണ് പോക്ക് കേട്ടോ. ഇത് ഒരു ദിവസം ഒരു 100 രൂപയ്ക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞ് അവിടെ തെരുവിൽ കിടന്ന ആശമാരുണ്ട്. അവരടുത്ത് മുഖം തിരിഞ്ഞ് അവരെ കൊഞ്ഞനം കാണിച്ച ആളാണ് ഇദ്ദേഹം. എന്നിട്ടാണ് ഈ പണി കാണിക്കുന്നത് ജനങ്ങളുടെ അടുത്ത്. ഇത് തിരിച്ചറിയണം. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇത് ജനങ്ങൾ നൊന്തുണ്ടാക്കുന്ന പൈസയാണ്. ഇത് എടുത്ത് ഇതുപോലെ ചിലവാക്കാതെ ഇത് ജനോപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ജനനന്മയ്ക്കുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലവാക്കിയാൽ എന്നിട്ട് പറയണമായിരുന്നു എന്നാണ് ഞങ്ങളിങ്ങനെ ചെയ്തു. അന്തസ്സുണ്ട്. ഇവിടെ ഇത് ഇപ്പം എന്തോ ചെയ്തു വെച്ചേക്കുന്നത്. എന്നിട്ട് വയനാട്ടിൽ ഞങ്ങളേതാണ്ട് ചെയ്തെന്ന് 773 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് വർഷങ്ങൾ കൊണ്ടു നടന്നതിന് ശേഷം ഇപ്പോഴും ആ പാവങ്ങൾ തെരുവിലാണ്, അവിടെ കിടക്കുക. എന്താണെന്നറിയാം, ഇനിയും ഞങ്ങൾ ഉദ്ഘാടനം നടത്തണമല്ലോ, ഉദ്ഘാടനം വേണം, അത് മതി. അതെല്ലാം നടത്തി. ഏതായാലും ഒരു രസകരമായ സംഭവം ഉണ്ടായത്, ഇതിനിടയിൽ നമ്മുടെ ശ്രീ VD സതീശൻ കയറി വിവരമില്ലാതെ അങ്ങ് വെല്ലുവിളിച്ചു മുഖ്യമന്ത്രി വെല്ലുവിളിക്കാനൊന്നും പാടില്ല. കാരണം ഇതിനെക്കുറിച്ച് പരസ്യമായിട്ടൊന്ന് പുറത്തു പറയാൻ വെല്ലുവിളിച്ചു. വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ VD സതീശൻ പറഞ്ഞു, എവിടെ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ മതി, സമയവും സ്ഥലവും പറഞ്ഞാൽ മതി, ഞാനങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സംസാരിക്കാൻ വിവരം വേണം, അതിനുള്ള കഴിവ് വേണം. അതൊന്നുമില്ല. വല്ലവരും എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ വന്നിരുന്ന് വായിക്കും. പത്രലേഖനം എടുത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ ചോദ്യം എഴുതി ഈ ദേശാഭിമാനിക്ക് കൊടുത്തേക്കും, അതേപോലെ തന്നെ കൈരളി ചാനലിന് കൊടുത്തേക്കും.
അവരുടെ ചോദ്യം ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്ന മറ്റാരെയും പുള്ളി കേൾക്കത്തില്ല. കേൾവിക്ക് വലിയ തകരാറുണ്ടത്. കാരണം ഇവർ പറയുന്നത് മാത്രമേ അദ്ദേഹത്തിൻ്റെ ചെവിയിലോട്ട് കയറത്തുള്ളൂ. മറ്റവർ പറയുന്നതൊന്നും കേൾക്കാൻ ഒക്കത്തില്ല. മറ്റവരൊക്കെ പറയുമ്പം അത് കേൾക്കുന്നില്ല. അതിനിടെ കൈരളിയിൽ നിന്ന് ചോദിച്ചോണ്ടോ ഉടനെ അടുത്തത്. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് അതിനെക്കുറിച്ച് അങ്ങ് വിശദമായിട്ട് ഇരുന്ന് മൊത്തം പറയും. എന്നിട്ട് ഇത് രണ്ട് പേരുടെയും ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു 4-5 ചോദ്യം വീതം ഇത് അവരെ ചോദിക്കുന്ന അങ്ങ് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്ത് എഴുന്നേറ്റങ്ങ് പോകും. അതെന്താ കാര്യം എന്നറിയോ? ഇവർക്ക് എഴുതി കൊടുക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്തരേ അറിയാവുള്ളൂ ഈ പുള്ളിക്ക് പറയാൻ. ബോധം വിവരവും വേണമല്ലോ. വിവരവും വിവേകവും വേണം നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ. രാഷ്ട്രീയം മാത്രം പുലമ്പാനേ അറിയാവുള്ളൂ. അല്ലാതെ നാട്ടിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞൂടാ. അത് എഴുതി കൊടുക്കണം. എഴുതി വായിക്കുന്നതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇത് അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തേക്കുന്ന വേറെ വലിയ നേതാവുണ്ട്. അത് ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതേപോലെ ചാനലിൽ ഒരൊറ്റ മാധ്യമ പ്രവർത്തകനും ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു ചാനലിന് മാത്രം ഒരിക്കൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് ചോദ്യങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കും, ഉത്തരവെല്ലാം എഴുതി കൊടുത്തിട്ട് അത് മാത്രം പറഞ്ഞു കൊടുക്കും. വലിയ വിവരമുള്ള ആളാണ്. അപ്പോൾ പിന്നെ ബാക്കി അപ്പോൾ കുട്ടികളുമായിട്ട് സംവദിക്കണം എന്നിരിക്കട്ടെ. കുട്ടികൾക്ക് നേരത്തെ കുട്ടികളെ തിരഞ്ഞെടുത്ത് വെച്ച് അവരെ അങ്ങ് പഠിപ്പിക്കുക 5-8 ദിവസം ചോദ്യങ്ങൾ ഏത് ചോദ്യം ചോദിക്കണമെന്ന്. ആ ചോദ്യത്തിന് ഉത്തരം പറയും. എന്നിട്ട് അദ്ദേഹം അതിനിടെ പറയുന്ന തമാശ ഒരെണ്ണം പറയും. അത് നേരത്തെ പറയും. ഇത് കേട്ട ഉടനെ ചിരിക്കണം. അതും പഠിപ്പിച്ചു ചെയ്യുന്ന ആളുണ്ട്. അത് കണ്ടിട്ടല്ലേ ഈ ശിഷ്യനും പഠിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. ഇപ്പം എന്തായാലും ഇപ്പം അവസാനം എന്താ വി ഡി സതീശൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് FB-യിലാണ്, ഫേസ്ബുക്കിൽ. അതാകുമ്പോൾ വല്ലവരും സഖാക്കളുണ്ടല്ലോ. അതായത് ഇതൊക്കെ എഴുതി സഖാക്കൾ നാട്ടുകാരെ മുഴുവൻ ആക്ഷേപിക്കുന്നവന്മാർ കയ്യിരിപ്പുണ്ട്. അവന്മാരെ കൊണ്ട് എന്തെങ്കിലും എഴുതിപ്പിച്ചു വിട്ടാൽ മതി, പുള്ളിക്ക് അനങ്ങണ്ട. അപ്പോൾ ബോധമുള്ളവർ ആയിട്ട് ഉള്ളവർ വേറെയുണ്ട്, അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. അതാണ്. അതായത് നമ്മുടെ സൈബർ സഖാക്കളെ കൊണ്ട് ഇത് എഴുതിപ്പിക്കാം. FB ആകുമ്പോൾ, ഫേസ്ബുക്ക് ആകുമ്പോൾ. നാണമില്ലേ ഇതൊക്കെ പറയാൻ? ഒരു മുഖ്യമന്ത്രിയാണ്. സത്യത്തിൽ നാണം തോന്നുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടമാണ്. നിങ്ങൾ തിരിച്ചറിയണം. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരസ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഓരോ സാധനത്തിനും വില കൂടുന്നുണ്ടല്ലേ? ഇന്ന് കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് ഗ്യാസിന് വില കൂടിയേക്കുന്നുണ്ടെന്നറിയോ? 195 രൂപയാണ്. 2062 രൂപയെങ്ങാണ്ടായി ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വില ഗ്യാസിന്. ആ രീതിയായി. അപ്പോൾ ഇനി പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് യുദ്ധത്തിൻ്റെയാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ IOC ഇന്ന് കൂട്ടിയേക്കുന്നത് പ്രീമിയം പെട്രോളിന് ഏതാണ്ട് 12-13 രൂപ എങ്ങാണ്ടാണ് ഓരോ ഒറ്റയടിക്ക് കയറ്റി അടിച്ചേക്കുന്നത്. അതിനിയും കൂടും. കാരണം ഈ യുദ്ധം ഇങ്ങനെ കഴിയുമ്പോൾ കൂടും. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയോ സഹിക്കാൻ പറ്റുമോ? എന്നിട്ടാ പറയുന്ന എല്ലാം നമുക്ക് കുപ്പിളിത്തിങ്ങി തരുന്നെന്ന് ഇഷ്ടമാതിരി. ഇവരെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയാണ് ഇനിയും 5 വർഷം നമ്മളെയൊക്കെ ഉണ്ടല്ലോ പറ്റി തിന്ന് ജീവിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഒന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. വോട്ടെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നോക്കി നിങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്നത് നല്ലവരെ, മര്യാദ ഉള്ളവരെ, മിടുക്കരെ, ജനങ്ങളോട് വൃത്തിയായിട്ട് ഇടപെടുന്നവരെ, ജനനന്മയ്ക്ക് പ്രവർത്തിക്കുന്നവരെ, അവരെ കണ്ട് നോക്കിയിട്ട് വോട്ട് ചെയ്യണം. അല്ലാതെ ഇന്നതാണ് ഞാൻ മറ്റേതിനെ വോട്ട് ചെയ്യൂ, ഞാൻ ഇതിനെ വോട്ട് ചെയ്യും, അങ്ങനെ ആവരുത് ധാരണ. അന്തസ്സായിട്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരായുധം. ഇതുപോലുള്ള വൃത്തികേടുകൾക്കെതിരെ പ്രതികരിക്കാൻ ആകെയുള്ള ഒരായുധം നമുക്ക് ഉള്ളത് നമ്മുടെ വോട്ടവകാശമാണ്. അത് നന്നായിട്ട് അന്തസ്സായിട്ട് വിനിയോഗിക്കണം.